ഹലോ എവ്രിവൺ. അങ്ങനെ കാത്തിരുന്ന ആ ദിനം എത്തിയിരിക്കുകയാണ്. നമ്മുടെ ICSE 10ത്തിൻ്റെയും പിന്നെ ISC 12ത്തിൻ്റെയും എക്സാമിൻ്റെ റിസൾട്ട് ഇന്ന് 11 മണിക്ക് പ്രഖ്യാപിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെ റിസൾട്ട് ചെക്ക് ചെയ്യാമെന്നതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് വെബ്സൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ സൈറ്റുകളിലൂടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുക. https://CSISC.org അല്ലെങ്കിൽ https://results.cisc.org അല്ലെങ്കിൽ ഡിജി ലോക്കർ പോർട്ടൽ വഴി നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. സൈറ്റുകളുടെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. നിങ്ങളപ്പോൾ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആദ്യത്തെ സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ ക്രോമിൽ ഓപ്പൺ ആക്കുക. എന്നിട്ട് അപ്പോൾ ഇങ്ങനൊരു പേജ് വരും. അതിൽ നിങ്ങൾ അപ്പോൾ വെയിറ്റ് ചെയ്യണം. 11 മണിക്ക് റിസൾട്ട് വരും. കുറച്ച് നേരം അത് സൈറ്റ് പിടിച്ചിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, കാരണം എല്ലാവരും കൂടി ഒരുമിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. എന്നിട്ട് നിങ്ങളുടെ യൂണിക് ഐഡിയും പിന്നെ ഇൻഡെക്സ് നമ്പറും അടിച്ചു കൊടുത്ത് നിങ്ങൾക്ക് വ്യൂ റിസൾട്ട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. ഇതടുത്ത സൈറ്റാണ്. അപ്പോൾ https://results.cisc.org. അപ്പോൾ ഈ സൈറ്റിലും നിങ്ങളപ്പോൾ നിങ്ങളുടെ യൂണിക് ഐഡിയും ഇൻഡെക്സ് നമ്പർ അടിച്ചു കൊടുത്ത് വ്യൂ റിസൾട്ട് നോക്കിയാൽ ഇതിലും നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. ഉപരിപഠന യോഗ്യത ലഭിക്കാത്തവർക്കായുള്ള കമ്പാർട്ട്മെൻറ്റ് പരീക്ഷ ഇക്കൊല്ലം മുതൽ ഉണ്ടായിരിക്കുന്നതല്ല. പകരം 2 വിഷയങ്ങളിൽ ജൂലൈയിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ്. ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മറ്റ് സഹായങ്ങളും വേണമെങ്കിൽ അവർ ഇമെയിൽ ID തന്നിട്ടുണ്ട്. helpdesk@cisc.org ആണ്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഒരു ഫോൺ നമ്പറുണ്ട്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇമെയിൽ IDയിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. റിസൾട്ടൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.